ഒന്ന് ദിനവൃത്താന്തം 12-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ അനുയായികൾ കീശിന്റെ മകൻ സാവൂൾ നിമിത്തം സിഗ്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. ഇരു കൈയും കൊണ്ട് കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസറായിരുന്നു നേതാവ്, രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബെയക്കാരനായ ഷെമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാവെത്തിന്റെ പുത്രന്മാരായ അസിയേലും പേലത്തും ബറാഖ അനാത്തോത്തിലെ യേഹു 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹന്നാൻ, ഗദാറായേൽ, യോസാബാദ്, എലുസായി, യറിമോത്ത്, ബയാലിയ, ഷെമാരിയ, ഹരൂഫ്യനായ ഷെഫാത്തിയ, കൊറാഹ്യരായ എൽക്കാന, ഇഷിയ, അസരൽ, യോബാസെർ, യബു, അഷോബയൻ, ജെറോഹമിന്റെ പുത്രന്മാരായ യോവേല, സെബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദവും ഗജലവും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവൻ മലയിൽ മാൻപേട പോലെ വേഗമുള്ളവനായിരുന്നു. അവൻ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, ഏലിയാം, മിഷ്മാന, ജെറമിയ, അത്തായ്, ഏലിയേൽ, യോഹന്നാൻ, എൽസബത്ത്, ജെറമിയ, ബക്ബനായ്, ഗാദ്ഗോത്രജനായ ജരായ ഇവർ സേനാനായകനായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപരും സഹാധിപന്മാരുമായിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തുന്നവർ ഇവരാണ്. ബെഞ്ചമിൻ യൂദാ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിന്റേതാണ്. ജെസ്സയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെ ഉണ്ട്. നിനക്ക് സമാധാനം, നിന്റെ സഹായികർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാപതികളാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനസ്സെ ഗോത്രജനായ ചിലർ ദാവീദിനെ പക്ഷം ചേർന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവർ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് യജമാനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കുമെന്ന് പറഞ്ഞ് അവനെ മടക്കി വെച്ചു. ദാവീദ് സിഗ്ലാഗിൽ എത്തിയപ്പോൾ മനസ്സെ ഗോത്രജനായ ആത്ന, യോസബാദ്, യദിയെ, മിക്കായേൽ, യോസബാദ്, എലീഹു, സിലേതായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാ നായകനുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാമെന്ന സേനാ വിഭാഗങ്ങൾക്ക് കണക്ക്. യൂദാ ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തം കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 1800, ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7800, ലേവ്യരിൽ നിന്ന് 4600, അഹ്റോന്റെ വംശജരിൽ പ്രമുഖനായ യഹോദായുടെ കൂടെ 3700, പരാക്രമശാലിയും യുവാവുമായ സദോക്കും അവന്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജന്മാരും ആയ 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടുകൂടിയായിരുന്നു. എഫ്രൈം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ കൃത്യഭവനങ്ങൾ പ്രഖ്യാതരുമായ 20,800. മനസ്സയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വഹിക്കാൻ നിയുക്തരായവൻ 11,000. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളുടെ കാലിനാശ്രിതമായി ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നവരും ആയ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബൂലൂൻ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചിതരുമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോട് കൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്ധരായ 28,600 പേർ. അശേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്ധരുമായ 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനസ്സയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 1,80,000. യുദ്ധസന്ധനമായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവനും രാജാവാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവർ ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരിക്കൽ വിഭവങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് 3 ദിവസം ദാവീദിനൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസാക്കർ, സെബൂലൂൻ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, തോർ, കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീന്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ നിന്ന് ആഹ്ലാദം കണ്ടതില്ലേ. ദൈവമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.